എല്ലാവർക്കും തന്നെ ആക്ഷൻ കട്ട് ഡ്രാമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബേസിൽ ജോസഫിനെ നായകനാക്കി പുതുമുഖ സംവിധായകനായ ശിവപ്രസാദ് സംവിധാനം ചെയ്യും ടൊവിനോ തോമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ മലയാള സിനിമയാണ് മരണമാസ് എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഈ ഒരു സിനിമയുടെ പൂജയൊക്കെ ഇന്നായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. പൂജയൊക്കെ ആരംഭിച്ച് സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ റിലീസിന് വേണ്ടി. അടുത്തൊരു അപ്ഡേറ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് നാഗശ്വിൻ സംവിധാനം ചെയ്ത് ഇപ്പോൾ തിയേറ്ററിൽ ഗംഭീര വിജയം നേടി ഈ വർഷത്തെ ബ്ലോക്ക് ബസ്റ്ററായി മാറിയ കൽക്കി എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. കൽക്കിയുടെ രണ്ടാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് ഈ വർഷം അവസാനം ആരംഭിക്കുമെന്നും സിനിമ അടുത്ത വർഷം മെയ് ജൂൺ മാസത്തിലായിട്ടായിരിക്കും തിയേറ്ററുകളിൽ എത്താൻ പോകുന്നതെന്ന് സിനിമയുടെ പ്രൊഡ്യൂസർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കാത്തിരിക്കാം കൽക്കിയുടെ രണ്ടാം ഭാഗത്തിന് വേണ്ടി. കൽക്കി എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സിനിമ തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ സിനിമ ഒരാഴ്ച പിന്നിടുമ്പോൾ തന്നെ ഏകദേശം 700 കോടി രൂപയ്ക്ക് അടുത്ത് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊരു 1000 കോടി സിനിമയാവാൻ പോവുകയാണ് കൽക്കി. അപ്പോൾ കാത്തിരിക്കാം. നടൻ സൂര്യയുടെ കരിയറിലെ തന്നെ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് കങ്കുവ. സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് ഇതിനോടകം തന്നെ ഉറപ്പിച്ചിട്ടുള്ളതാണ്. ഈ വരുന്ന ഒക്ടോബർ 10 തീയതിയാണ് സിനിമ തിയേറ്ററിൽ എത്താൻ പോകുന്നത്. ഇപ്പോൾ ഇതാ സൂര്യയുടെ വരാൻ പോകുന്ന മറ്റൊരു സിനിമയുടെ ഭാഗത്ത് നിന്നും ഒരു അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്യുന്ന സൂര്യയുടെ കരിയറിലെ 44ാമത്തെ സിനിമ. ഇതുവരെ സിനിമയുടെ ടൈറ്റിൽ ലുക്കോ അല്ലെങ്കിൽ ഫസ്റ്റ് ലുക്കോ ഒന്നും തന്നെ പുറത്ത് വന്നിട്ടില്ല. ആകെപ്പാടെ പുറത്ത് വന്നിട്ടുള്ളത് ഒരു ഗ്ലിംസ് ആണ്. ഇപ്പോൾ പുറത്ത് വരുന്ന അപ്ഡേറ്റുകൾ പറയുന്നത് ഈ വരുന്ന ജൂലൈ 23 നടൻ സൂര്യയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് സിനിമയുടെ ടൈറ്റിൽ പോസ്റ്ററും അതിനോടൊപ്പം തന്നെ ഫസ്റ്റ് ലുക്കും പുറത്ത് വരുമെന്നാണ്. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി. കഴിഞ്ഞ മാസം തിയേറ്റർ റിലീസ് ചെയ്ത 2 തമിഴ് സിനിമയായിരുന്നു വിജയ് സേതുപതി നായകനായി വരുന്ന മഹാരാജ എന്ന സിനിമയും അതിനോടൊപ്പം തന്നെ മറ്റൊരു തമിഴ് സിനിമയാണ് അരൺമേനി 4 എന്ന് പറയുന്ന സിനിമയും. ഈ 2 സിനിമകളും ഇപ്പോൾ ഇതാ 100 കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിരിക്കുകയാണ്. വിജയ് സേതുപതിയുടെ കരിയറിലെ 50ാമത്തെ സിനിമയാണ് മഹാ. അപ്പോൾ കൂടുതൽ സിനിമാ വാർത്തകളും സിനിമ അപ്ഡേറ്റ്സും അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കാത്തിരിക്കാം കൂടുതൽ